പാർപ്പിടത്തിനും ഉൽപാദന മേഖലയ്ക്കും പ്രാധാന്യം നൽകി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് 51 കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചു. ഭവന പദ്ധതിക്കായി 14 കോടി രൂപ വകയിരുത്തി. 50.83 കോടി രൂപ വരവും 44.95 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ അവതരിപ്പിച്ചത്. എല്ലാവരും ഭൂമിയും വീടുകളും വഴി ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വിവിധ ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങൾ അതിദരിദ്രർക്കായി മൈക്രോ പ്ലാൻ പദ്ധതി തയ്യാറാക്കി അതിദരിദ്രമില്ലാത്ത പഞ്ചായത്താക്കി നമ്മുടെ പഞ്ചായത്തിൽ മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം നടത്തുന്നതിനും ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾ നൽകുന്നതിനും ഈ ബജറ്റിൽ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ മുൻതൂക്കം നൽകിക്കൊണ്ട് ഹരിതകർമ്മ സേനയുടെ തുടർ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനും തുക വകയിരുത്തിയിട്ടുണ്ട്. ലൈവ് സമ്പൂർണ്ണ ഭവന പദ്ധതിക്കായി 14 കോടി രൂപ വകയിരുത്തി. ഉൽപാദന മേഖലയ്ക്ക് 1.33 കോടി രൂപയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1.21 കോടിയും വനിതാ ശിശുക്ഷേമത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും 8 കോടി രൂപയും പട്ടികജാതി പട്ടികവർഗക്ഷേമത്തിന് 1 കോടി രൂപയും വകയിരുത്തി. പഞ്ചായത്തിനെ ക്ഷയരോഗ വിമുക്തമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. രോഗനിർണയത്തിനുള്ള മെഷീനുകൾ വാങ്ങുന്നതിനായി ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട്. പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും ബയോബിന്നുകൾ വിതരണം ചെയ്യും. എല്ലാ വീടുകളിലും ജൈവ മാലിന്യ സംസ്കരണത്തിനായി ബയോബിന്നുകൾ വിതരണം ചെയ്യുന്നതിനും തുക വകയിരുത്തിയിരിക്കുന്നു. ബജറ്റ് അവതരണ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കല്ലേലി ഭാഗം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുധീർ കാരിക്കൽ, സുനിത അശോക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷബിന ജവാദ്, സിഒ കണ്ണൻ ശ്രീകല, പഞ്ചായത്ത് സെക്രട്ടറി ഡബാസിൻ തുടങ്ങിയവർ ബജറ്റ് യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.